ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാനൊരു സിമ്പിൾ മുട്ടക്കുറുമയായിട്ടാണ് വന്നത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ, നമ്മളെ വീട്ടിൽ എപ്പോഴും മുട്ട റോസ്റ്റും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവസം മാറ്റിയിട്ട് നമുക്ക് മുട്ടക്കുറുമ ചെയ്യാം. ഏത് കാടമുട്ട ഉപയോഗിക്കുക, തറവ് മുട്ട ഉപയോഗിക്കുക, നോർമൽ കോഴിമുട്ട ഉപയോഗിക്കുക, എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. ഈസിയാണ്. ഇതൊന്നും ആരെങ്കിലും വീട്ടിൽ വിരുന്നാർ വന്നാലും ഇപ്പൊ ഒന്നും കയ്യിലില്ല, കടയിൽ പോകാൻ ആളില്ല, ആ ഒരു സമയത്താണ് മുട്ട ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് താറാവ് മുട്ട വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് താറാവ് മുട്ടക്കുറുമ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതാ നമ്മുടെ മുട്ടക്കുറുമ ഉണ്ടാക്കാൻ ഞാനൊരു നല്ല കുറച്ച് അടി കട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ അതിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതാ ഒരു വലിയ സവാള, ചെറുതോ ഒരു മീഡിയം ചെറിയ സൈസൊക്കെ ആണെങ്കിൽ 2 എടുത്തോളൂ. നല്ല വലിപ്പമുള്ള ഒരു സവാളാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ സവാള ചേർത്തി കൊടുക്കാം. അതിന്റെ കൂടെ ഞാൻ കുറച്ച് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്തി കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്നിട്ടാണ് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്, കണ്ടോ. ഇങ്ങനെ ഞാനിപ്പോ ഇതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 4 ചുള വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചും, രണ്ടും കൂടി 1 ടേബിൾ സ്പൂണിന്റെ അടുത്തേ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ചേർത്ത് കൊടുക്കട്ടെ, കുറച്ച് മതി. ഇനി ഇതാ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും നന്നായി ചതച്ച് വെച്ചതാണ്. നമുക്ക് ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിന്റെ എരിവാണ്. അപ്പൊ ഒരു 6 നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ചതക്കി വെച്ചാണ്. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഈ ഉള്ളിന്റെ കൂടെ ഒന്നുകൂടിയിട്ട് വഴറ്റി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതിന്റെ കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വെള്ള കുരുമുളക് കയ്യിലുണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ, അപ്പൊ ആ കളറ് മാറിക്കൂല. ഇനി ഇതാ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇതിപ്പോ നോർമൽ മല്ലിപ്പൊടിയാണ്, നമ്മള് സാധാ മല്ലിപ്പൊടി. ഇതിപ്പോ പച്ച മല്ലിക്കൂര് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്താൽ അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഉണ്ടെങ്കിൽ മതിയെ, ഇല്ലെങ്കിൽ സാധാ നോർമൽ നമ്മൾ പൊടിപ്പിക്കുന്ന മല്ലിപ്പൊടി തന്നെ എടുത്തോളൂ. ഇനി ഇതാ തീ കുറച്ചിട്ടാണ് ഒന്ന് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന സമയത്ത് ഒരു പൊട്ടാറ്റോ, ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതിയാണ്, ഇത്ര പോലുള്ള ചെറിയൊരു ഉരുളക്കിഴങ്ങാണ്, അതിന്റെ പകുതി ഞാനിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാണ്. അതും ഈ മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അതാ ഉരുളക്കിഴങ്ങ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ എങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്താൽ ഒരു ടേസ്റ്റും നമ്മളെ കുറുമക്ക് ഒരു കട്ടിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഉണ്ടെങ്കിൽ ചേർത്തിക്കൊടുട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം മുട്ട നമ്മൾ പുഴുങ്ങിയിട്ടാണ് ഇതിൽ ചേർക്കുന്നത്, അപ്പൊ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഇനിതാ ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് നമ്മളെ പാലാണ്, തേങ്ങാപ്പാലിന്റെ 2ാം പാല്. അതായത് ഒരു ചെറിയ തേങ്ങ, ഒരു ഫുൾ ചെറിയ തേങ്ങ ചിരവി അതിന് ആദ്യം ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് അതിന്റെ പാല് 1ാം പാല് പിഴിഞ്ഞ് നന്നായി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അടിച്ചിട്ട് പിഴിഞ്ഞെടുത്താണ്. ആ പാല് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ട്. അത് ചേർത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇതിലൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ കറി ഒന്ന് തിളച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒരു പകുതി വേവായി ഉണ്ടാകുകയെ. ഒരു സമയത്ത് നമുക്ക് ഇതാ ഇവിടെ ഞാൻ 5 മുട്ട, ഇത് ഞാൻ എടുത്തത് താറാവ് മുട്ടാണ്, നമുക്ക് നോർമൽ മുട്ട എടുക്കാം. 5 മുട്ട എടുത്ത് പുഴുങ്ങിയിട്ട് ഇതാ അങ്ങനെ വരങ്ങി കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ കറി മസാല ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാനേ. അപ്പൊ ഇനി ഈ 5 ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ. ഇതാ ഒന്ന് മുട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു വെക്കാം. ഒരു സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവും ചെയ്യും. മുട്ട ഓൾറെഡി വെന്താണല്ലോ, ഈ മസാലയും കറി എല്ലാം ഒന്ന് ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും. മുട്ടക്കുറുമല്ലേ, അപ്പൊ ഞാനിതൊന്ന് അടിച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കട്ടെ ഈ കറി. അപ്പൊ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഒടിഞ്ഞു പോവരുത് കേട്ടോ, കാരണം എല്ലാം കൂടി കറി മാതിരി ഇപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് ആ ഒരു മധുരവും വരും. അപ്പൊ അധികം വെന്ത് ഒടിഞ്ഞു പോയരുത്, പക്ഷേ വേവിയും വേണം. നമ്മൾ ഇതിൽ ഫസ്റ്റ് ഉള്ളി ഇട്ടപ്പെട്ട് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, ആവശ്യത്തിനുള്ള ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേ. ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തോട്ടെ വിചാരിച്ചിട്ട്, ചിലപ്പോൾ ഇനി കല്ലിച്ചു കൊണ്ടാന്ന് ഉപ്പ് ചിലപ്പോൾ ഇടക്കിട്ടാ ഉരുളക്കിഴങ്ങ് വേവാതെ കല്ലിച്ചു, അതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇടാൻ വിചാരിച്ചത്.
നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഉപ്പിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയ തക്കാളി ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്താണ്. ഇത് വെന്ത് പോവരുത് കേട്ടോ, ഇട്ടിട്ടൊന്ന് തിളച്ചാൽ മതിയേ. അപ്പൊ ഇതാ ഞാൻ ചേർത്ത് കൊടുക്കട്ടെ, ചെറിയ തക്കാളിയാട്ടോ. അപ്പൊ ഇതാ തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതാ ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ ഒന്നാം പാല്, ഇത് 1 കപ്പോളുണ്ട് ഒന്നാം പാല്. ഇതൊരു ചേർക്കാം. ഒരു ചെറിയ തേങ്ങയുടെ ഫസ്റ്റ് പാലാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അധികം തിളച്ചു പോയാൽ പിരിഞ്ഞു പോവേ നമ്മളെ കറി. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തള വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കേ. അത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കറി ഒന്ന് വറവിടുന്നുണ്ട്. വറവിട്ടു എടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ മേലത്തിരി മല്ലിയിലയും കരിവേപ്പിലയും അതിന്റെ കൂടെ ഒരു തുള്ളി ഗരം മസാലപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം കാണിച്ചു വരും, വറവിട്ടിട്ട് എടുക്കാം. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ വറവിടും, വീട്ടിൽ സാധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ വറവിടൂല. അപ്പൊ വറവിട്ട അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവും, അല്ലാതെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതാ ഞാൻ തീ ഓഫ് ചെയ്തു. ചെറിയ തളകളൊക്കെ വന്നു. ഇനി ഇത് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ളു കടുക്, ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്യാൻ ഇല്ലെങ്കിൽ ഇല്ല, രണ്ടും ചെയ്യാറുണ്ട്. ഒരു നുള്ളു കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതാ കടുക് പൊട്ടി വരുന്നുണ്ട്. ഒരു 4 ചുള ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പില, ഇത്തിരി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പൊ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പച്ചമുളക് നടുക്ക് ചീന്തി കൊടുത്തതാണ്, അത് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ലാസ്റ്റ് സമയത്ത് എരിവൊക്കെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യട്ടെ, കുരുമുളകോ ചേർക്കട്ടോ. ഞാൻ തീ ഓഫ് ചെയ്ത് ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതാ ഒരു നുള്ള് ഗരം മസാലപ്പൊടി കൂടി ഇതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചെടുക്കട്ടെ. കരിഞ്ഞു പോവാൻ നിൽക്കരുത്, ഞാൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളി അങ്ങ് മൂത്തു പോകും. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് കുറച്ച് നേരം അടിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി താറാവ് മുട്ട കുറുമ ഇവിടെ റെഡിയാണ്. താറാവ് മുട്ട സ്റ്റൂ എന്ന് വേണേ പറയാം, മുട്ട സ്റ്റൂ ഒക്കെ പറയാം, എന്ത് പേരിൽ വേണമെങ്കിലും വിളിച്ചോ. അടിപൊളിയായിരിക്കും. ഇനിയിപ്പോ ലോക്ക്ഡൌണിലൊക്കെ ജസ്റ്റ് ആരെങ്കിലും വന്നാല്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊന്നും ഇല്ല, അപ്പൊ എന്താ ഇപ്പൊ ഉണ്ടാക്കുക, എന്നും ഇപ്പൊ ഉണ്ടാക്കുന്ന ഒന്ന് വ്യത്യസ്തമാക്കി ഉണ്ടാക്കണമെങ്കിൽ, ഇറച്ചി മീനൊന്നും കിട്ടാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. വെള്ളപ്പം, അപ്പം, നമ്മൾ എന്തിനൊക്കെ സ്റ്റൂ ഉപയോഗിക്കുന്നത് അതിനൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.